വെൽക്കം ബാക്ക് ടു എൻ ഫാഷൻ. അപ്പോൾ ഈ ഇലാസ്റ്റിക് ത്രെഡ് കൊണ്ട് നമ്മൾ ബ്രേസ്ലെറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ അത് പലപ്പോഴും പെട്ടെന്ന് അഴിഞ്ഞു പോരാറുണ്ട് അല്ലേ. അതെങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് കെട്ടി വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് ചെയ്യണത് കേട്ടോ. അപ്പോൾ അത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ ഞാൻ പറയണ പോലെ കെട്ടിയാൽ തീർച്ചയായിട്ടും അത് അഴിയാതെ അവിടെ തന്നെ നിൽക്കും കേട്ടോ. എത്ര വലിച്ചാലും അത് അഴിഞ്ഞു പോരില്ല. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് കുറച്ച് ഇത് വുഡിൻ്റെ ബീഡാണ്, അത് കോർത്ത് കൊടുക്കുന്നുണ്ട്. ഈശ്വര, ചിലതിലൊന്നും കോർക്കാനേ പറ്റുന്നില്ല, ഒരു സൈഡ് മാത്രമേ ഹോളുള്ളൂ. ഇവരെന്നെ പറ്റിച്ചെന്നാണ് തോന്നണത്. സെയിലൊന്നും ചെയ്യാഞ്ഞത് ഭാഗ്യം, അല്ലേ ഇപ്പോൾ നാട്ടുകാരുടെ ചീത്തയും കൂടി കേൾക്കേണ്ടി വന്നേനെ. സെയിൽ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടേ സെയിൽ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം നമ്മളെ ഭാഗത്തുനിന്ന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതേ സ്ഥാനത്ത് ഞാൻ എപ്പോഴും സെയിൽസൊക്കെ ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റ്, ഇപ്പോൾ 4 അലിഗേറ്റർ ക്ലിപ്പാണെങ്കിൽ ഞാൻ 5 വെക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറുത് എൻ്റെ വക വെക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നേ വരെ ആരും അങ്ങനെ 5 ആയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. അതേ സ്ഥാനത്ത് ഒന്നേറ്റം മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിരിക്കും. അതുകൊണ്ട് ഇത് ഞാൻ ആർക്കും സെയിൽ ചെയ്തില്ല. ഇതിൽ ചില ഹോൾസ് ഒന്നും നല്ലോണം അല്ല കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മൾ കോർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു 15-16 ബീഡ്സാണ് കോർത്ത് കൊടുത്തത്. അപ്പോൾ അതൊരു കുഞ്ഞുങ്ങളുടെ കൈയിൻ്റെ അളവാണ് കേട്ടോ. ഏകദേശം ഒരു 6-7 വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് എലാസ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് വലിയും കേട്ടോ. അതുകൊണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു മോന്, അവൻ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു പാപ്പി എന്തെങ്കിലും ഉണ്ടാക്കി തരണേ എനിക്കെന്ന് പറഞ്ഞിട്ട് അവന് വേണ്ടി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നന്ദുവിന് സ്പെഷ്യൽ മേക്കിങ്ങാണ്, അവന് വേണ്ടിയിട്ടാണ്. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിപ്പോയി. ഇതാ കെട്ടിടുന്നത് കണ്ടു പഠിച്ചോളി കേട്ടോ. ഇങ്ങനെ കൊടുക്കുക, ഒരു 3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് വലിക്കുക. ദെൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് അതേ നൂല് തന്നെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് 3 പ്രാവശ്യം. 1 2 3 വട്ടം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ. മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വീഡിയോ കണ്ടാൽ മതി. അപ്പോൾ അത് അതേപോലെ ഉണ്ടാവും. ദെൻ അത് നന്നായിട്ട് വലിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് വലിച്ചു കൊടുത്തോ, മാക്സിമം വലിക്കാൻ പറ്റുന്ന അത്രയും വലിച്ചോളൂ. പേടിക്കേണ്ട, ഇലാസ്റ്റിക് ത്രെഡ് ഇത് പൊട്ടൊന്നുമില്ല കേട്ടോ. ഞാൻ എത്ര ഭയങ്കര ഇതിലൊക്കെ വലിച്ചിട്ടും പൊട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ലോണം വലിച്ചു കൊടുക്കണേ. അപ്പം നമ്മളിത് വലിക്കുന്നതിനനുസരിച്ചാണ് അത് മുറുകി വരിക കേട്ടോ. ഞാൻ മുൻപൊക്കെ സാധാ പോലെ കെട്ടിയിട്ട് ഉരുക്കി കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയി പോകും. ദെൻ ഇവിടെ എന്ത് ചെയ്യണമെന്നറിയോ, കുറച്ച് ഗമ്മും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കണേ. ഗം അപ്ലൈ ചെയ്ത് കൊടുത്താൽ കുറച്ചുകൂടി ഡബിൾ സ്ട്രോങ് ആയിട്ട് അവിടെ നിന്നോളും. ദെൻ ബാലൻസുള്ള ത്രെഡ് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല കളർഫുൾ ആയിട്ടിരിക്കും കേട്ടോ. ഇതേ ബീഡ്സിൽ ഒരു മാലയും കൂടി ചെയ്താൽ പെർഫെക്റ്റ് ഓക്കെയാണ്. അപ്പോൾ ഞാൻ മോൾക്ക് വേണ്ടി ഒരു മാലയും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഒരു അവസരത്തിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നിത് ഇത്ര മാത്രമേ ഉള്ളൂ. താങ്ക് യു. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.